പോലെ ഉണ്ടല്ലോ എന്ന്. ഉറക്കം തെളിഞ്ഞിരിക്കുക, ഉറക്കം ഏറ്റിരിക്കുക, അതിന്റെ പിന്നെ ബോധക്കലിന്റെ കാര്യമുള്ളൂ. എണീക്കണോ? ബാ ബാ കേറിക്കോ, ബാ കേറ. ദേടാ അവള് പറന്ന് കയറി. ഒത്തിരി പേര് ചോദിച്ചേ ഈ വീട് വാടകയ്ക്കാണോ സ്വന്തം വീടാണോ എന്ന് കമന്റ് വന്നതാ. ആ ഈ നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് ആ ഗേറ്റിൽ കാണുന്നത്. പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, നമ്മൾ അറിയില്ലാത്തവരാ. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരില്ലേ, അങ്ങനെയുള്ളവരാ ചോദിച്ചേ സ്വന്തം വീടാണോന്ന്. സ്വന്തം വീടല്ലേ? അതേ പുറകെ ആ കാണുന്ന പേരിന്റെ ഉടമയാണ് ഈ നിൽക്കുന്നത്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒത്തിരി നാള് കൂടി ഇവിടെ കുറച്ച് ഇടിമുഴക്കമൊക്കെ ഉണ്ട്, കാർമേഘമുണ്ട്, മഴ കാറ്റെങ്ങാനും എടുത്ത് പോവാൻ സാധ്യത. ഇന്നത്തെ ദിവസം പോവാൻ സാധ്യത കുറവാണ്. രാവിലെ മഴ തൂളിയായിരുന്നു. രാവിലെ 6:15 കഴിഞ്ഞപ്പോ ഞാൻ ഏറ്റവും മിറ്റത്തിറങ്ങുന്നത് ചാത്തൻ മഴ. ഞാൻ നോക്കും രാവിലെ തുടങ്ങി, 4 വർഷം തുടങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ മിറ്റത്ത് മഴ നിന്ന്. എന്നോട് വന്ന് പറഞ്ഞതേ മിറ്റത്ത് മഴ പെയ്യുവാന്ന്. ഞാൻ നോക്കിയപ്പോ മഴയൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു ചേട്ടൻ ചുമ്മാ നുണ പറയല്ലേ എന്ന്. അതിന്റെ സൗണ്ട് കേൾപ്പിക്കില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? വെള്ളം തുറന്നാ നിന്നെ കാണാൻ പറ്റണില്ലല്ലോ. വൈകുന്നേരം ചെറിയൊരു അനക്കം വന്നിട്ടുണ്ട്. നാടാ എന്റെ പണികളാണ് ബാലൻസിച്ചുണ്ട്. ഞാൻ ആ മഴ പെയ്യണ കാണാൻ നിൽക്കുക. നല്ല കട്ടിയിൽ പെയ്യണം, ഒരു 2 മണിക്കൂർ പെയ്യണം. ബാസ്ക്യൂനൊക്കെ കൊണ്ട് അകത്ത് കയറ്റി. കാറ്റ് ഊതരുത്, ഇടിയും പെട്ടരുത് അല്ലേ? കാറ്റ് ഇടിയില്ലെങ്കിൽ ഞാൻ മഴയത്ത് ഇറങ്ങും. ചേട്ടനിറങ്ങുമോ? ചേട്ടൻ തന്നെ 10-34 കൊല്ലം കൂടി സൈക്കിൾ ഓടിച്ചു. ഞാൻ സൈക്കിൾ ഓടിക്കുന്നതിന് മറന്നുപോയി. ചേട്ടന് കോട്ടുപാട്ട് ചേട്ടൻ ചവിട്ടും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കാണാതിരിക്കണവർക്കൊക്കെ കോട്ടുപോകാൻ വരും. ചേട്ടൻ ഇരുന്ന അപ്പ കോട്ടുപോയി ഇടും. അതെന്തൊരു സ്വഭാവാ. പിന്നെ ചേട്ടനോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. ചേട്ടനെ അറിയണ ഒരു ചേച്ചിയാ കമന്റ് ഇട്ടത്. ജാക്സൺ ചേട്ടൻ എന്തോ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ എന്ന്. ഉറക്കം തെളിഞ്ഞിരിക്കുക, ഉറക്കം ഏറ്റിരിക്കുക, അതിന്റെ പിന്നെ ബോധക്കലിന്റെ കാര്യമുള്ളൂ. ചേട്ടന് ആദ്യം മനസ്സിലായില്ല വീഡിയോ എടുക്കാതുള്ള കാര്യം. എനിക്ക് മനസ്സിലായില്ലേ? പെട്ടെന്ന് ബോധം വന്നേ. ചേട്ടനൊന്ന് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ടിരുന്ന് കോട്ട് കാണാൻ പോലും നമ്മള് സമ്മതിക്കൂല. പിന്നെ കൊറേ പേര് ചേട്ടൻ പാവമാണ്, ചേട്ടന് നല്ല മനസ്സാണ്, നല്ല മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് നമ്മുടെ പ്രാണിക്ക് 3 കുഞ്ഞുങ്ങളെ എക്സ്ട്രാ നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ. പക്ഷെ നമ്മളെക്കാൾ കൂടുതലും നല്ല മനസ്സുള്ളത് ആർക്കാ? വാ ഒളിച്ച നമ്മളെക്കാളും നല്ല മനസ്സ് പ്രാണിക്കാം അല്ലേ? തന്റെ കുഞ്ഞുങ്ങളൊന്നും അല്ലെന്ന് അതിന്റെ സ്വന്തം കുഞ്ഞിനെ മാറ്റിയെടുത്ത് വന്ന് കയറിയ കുഞ്ഞിന് ഭയങ്കര നോട്ടാണ്. അയ്യോ രാവിലെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ഇറക്കി വിട്ടു രാവിലെ. എന്നെ പോയ പുറത്ത് പോട്ടെ മുള്ളു തൂറ് എന്ന് ചെയ്തിട്ട് നല്ല ഭക്ഷണം കഴിക്കട്ടെന്ന് വെച്ച് അത് ഇറങ്ങി അവിടെ നിൽക്കാൻ പറ ചുറ്റും പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ പോയില്ല ഒത്തിരി ദൂരം. എന്നിട്ട് കരയാ. പിന്നെ ഞാൻ അകത്ത് കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് പെരക്കകത്ത് കയറി വന്നു. എന്നിട്ട് എന്നെ വിളിച്ച് ജനലിൽ കൊണ്ടുപോയിട്ട് അവിടെ കുത്തിയിരുന്നിട്ട് കാണിച്ചിടുക. ഞാൻ കിടക്കണ എന്റെ പിള്ളേർ എനിക്ക് അതിനകത്ത് കയറാൻ പറ്റണില്ല.
എന്നെ ഇറക്കി വിട്ടേക്കാന്ന്. ഞാൻ ഇറക്കി വിട്ടാ രാവിലെ നമ്മൾ ഇറക്കി വിടാറുണ്ടല്ലോ, കരിക്കാരനെ ഇറക്കി വിടാറില്ലേ? അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കിട്ടും. അതിനും ഇഷ്ടപ്പെട്ടു. അവിടെ കിടപ്പാ ഇച്ചിരി തിന്നും അവിടെ കിടക്കും. മഴ വരുന്ന അവിടെ മനസ്സിലോട്ട് അവിടെ ചാറിലടിക്കും. എന്നാലും നല്ലൊരു കാറ്റ് വീശി. അവിടെ ഇന്നലെ കൊണ്ടുവച്ച ഇടി ചെറുതായിട്ട് മുഴങ്ങുന്നുണ്ട് കേട്ടാ. മഴ പെയ്ത ഇന്ന് നമ്മള് പൊളിക്കും. നീ തുള്ളുവാ? നീ എന്നെ മഴ തുടങ്ങിയ തുടക്കം. അതെ അതെ അതെ. ഇന്നാള് കണ്ടില്ലേ പയ്യെ തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നിന്നില്ലേ? നല്ലൊരു മഴ പെയ്താ സൂപ്പർ ആയിരിക്കും. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. എവിടെ പെയ്യുന്നുണ്ട്. മഴ പെയ്തില്ലെങ്കിലുള്ള അവസ്ഥ വളരെ പരിതാപകരാട്ടോ. അതെയോ? ചൂട് കൂടുതല, ഭയങ്കര ചൂടാട്ടോ. രക്ഷയില്ല. ഇന്ന് അന്ന് വലിയ കാര്യമായിട്ട് ചൂട് വെയിൽ തെളിഞ്ഞില്ല, പക്ഷെ ഭയങ്കര പോച്ചിലായിരുന്നു. ഇന്നലത്തെ അത്ര എനിക്ക് തോന്നിയില്ല. ഇന്നലത്തെ കുറവായിരുന്നു. ഇന്ന് അത്ര ഞാൻ വേർത്തില്ല, പക്ഷെ ചൂടുണ്ടായിരുന്നു. എല്ലാവരുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ അവസ്ഥ. റീൽസിലൊക്കെ കാണണം. എടാ നേരെ ഇരിക്ക. നിനക്കെല്ലാം പറയാണ്ടേ ചൂടിനെ കുറിച്ച്? ഇവനൊക്കെ എന്ത് ചൂട്, എന്ത് വെയില്, എന്ത് മഴ, ഒന്നും കിട്ടിയില്ലാലും കുഴപ്പമില്ല, കുളിച്ചില്ലാലും കുഴപ്പമില്ല. കുളിക്കാതിരിക്കുന്നതാണ് ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പൊന്മൻ പോയി വെള്ളത്തിൽ പോയി പൊങ്ങും മുങ്ങും പൊങ്ങും മുങ്ങും പൊങ്ങും. അതാണ് ആ രീതിയാണ് ഇവിടുത്തെ കുളി. താറാവാണ് ഇച്ചിരി നീന്തി വെള്ളത്തിൽ മുങ്ങി നീന്തി ആ ചീഞ്ഞ വെള്ളത്തില ഡയപ്പറും പാടും സ്നഗ്ഗിയും സ്നുഗ്ഗിയും ഒക്കെ ഉണ്ട് ആ തോട്ടിലെ വെള്ളത്തിനകത്ത്. ഇങ്ങനെ കോട്ടുക നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ 1 മഴ 2 മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം എത്തി പോയി കഴിഞ്ഞാൽ സംഗതി ഓക്കെ, നല്ല ക്ലിയർ ഉള്ള. ചേട്ടന് എങ്ങനെ എന്തെങ്കിലും വിഷമം വല്ലതും ഉണ്ടോ ചേട്ടാ? എന്നാണ് ചേട്ടാ വിഷമം? എന്നാ ചേർത്തി അതല്ല വിഷമം. ഇനി ഞാനറിയാതെ വല്ല വിഷമം ചേട്ടന് വന്ന് പെട്ടിട്ടുണ്ടോ? ഒന്ന് പറ ചേട്ടാ. വെട്ടം കുറവുണ്ടല്ലേ ആ ഫസ്റ്റ്. അതാ നോക്കൂ സുഹൃത്തുക്കളെ, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു. പിന്നെ ഞാൻ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ 4 കണ്ണറിയാൻ പാടില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളെ നിലവിലുള്ളത്. പിന്നെ നമ്മുടെ ചാരപുത്രന്മാരും പുത്രിയും എവിടെ പോയി നമുക്ക് അറിയത്തില്ല. പിന്നെ ഇത് അവിടെ 2 പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ സുട്ടുമണി, ഒന്ന് ബൊമ്മാസാക്കാൻ കൊണ്ടുവന്ന സുട്ടുമണിയാണത്. പിന്നെ അത് പെടക്കുഞ്ഞാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ബൊമ്മാസാക്കാനൊരു വെള്ളക്കുഞ്ഞിനെ ഇങ്ങോട്ട് ദത്തെടുത്തു കേട്ടോ. കൂട്ടിൽ കുറേ പേരൊക്കെ ഉണ്ടേ. അപ്പോൾ പിന്നെ നമ്മുടെ പ്രാണിയാണ് കേട്ടോ എല്ലാം കണ്ടും കേട്ടൊക്കെ ആയിരിക്കുന്നത്. ഇടിമുഴക്കത്തിൻ്റെ ആ ഒരു മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് മഴ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ആകാശമൊക്കെ കണ്ടിട്ട് ഒരു കാർമേഘമൊക്കെ മൂടി നിൽക്കുന്നൊരു അന്തരീക്ഷമുണ്ട്. പക്ഷേ ആ സമയത്ത് അവിടെ കാറ്റ് വീശുകയും ചെയ്യുന്നുണ്ട്. കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഉള്ള കാർമേഘം മൊത്തം കാറ്റെടുത്തുകൊണ്ട് പോകും. പിന്നെ ഇന്നത്തെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ വിറകൊക്കെ അടുക്കി വെച്ചു കേട്ടോ. നമ്മൾ ഇന്നൊരു ചേട്ടനെ പണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ മുൻവശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണൊക്കെ മൊത്തം കോരി മാറ്റി പൂച്ചെടിയുടെ അവിടെ എല്ലാം നിരപ്പാക്കി. പിന്നെ ഈ വിറകും അടുക്കി വെക്കാനായിട്ട് ആ ചേട്ടനെ കൊണ്ടുവന്ന് ആ ചേട്ടൻ വിറകൊക്കെ അടുക്കി വെച്ചു. അപ്പം നമുക്ക് വിറകൊക്കെ കത്തിക്കാനുള്ള വിറകൊക്കെ നമ്മുടെ കുഞ്ഞാപ്പൂ നടക്കണുണ്ടോ? നമ്മുടെ കുഞ്ഞാപ്പൂ ഇവിടെയുണ്ട്. കുട്ടാപ്പീനെ കണ്ടില്ലല്ലോടാ. കുട്ടാപ്പി എന്തേടാ? കുഞ്ഞാപ്പൂ ഇവിടെ ഉണ്ട്. ആ 2 പേർക്ക് തീറ്റ കൊടുത്തോണ്ട് അത് അവിടെ നിൽക്കുക പാവങ്ങൾ. ഇണങ്ങിയിട്ടാ കുഞ്ഞുങ്ങളൊക്കെ ഇണങ്ങി. പിന്നെ നമ്മുടെ താറാക്കുട്ടന്മാരൊക്കെ അതിൽ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടേ. നമ്മുടെ കുട്ടാപ്പീനെ കണ്ടില്ലല്ലോ. നമ്മുടെ കുട്ടാപ്പി അതിന് പേരറിഞ്ഞൂടാ. ഇവർ 2 പേരും ഒരുമിച്ചാണല്ലോ നടന്നുകൊണ്ടിരുന്നേ. ഇപ്പം കുഞ്ഞാപ്പ് മാത്രമേ ഉള്ളല്ലോ.
കണ്ടോടാ കുട്ടാപ്പീനെ? കുട്ടാപ്പി കുട്ടാപ്പി പുറകിലുണ്ട്. ഇതാരാ 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 ഇത്? ഇതാണോ? ഇതാ അവിടെ നിക്ക. ഇതാ അവിടെ പോയി നിന്നേ. അവിടെ പോയി നിക്ക. ഇതാ അവിടെ പോയി നിക്കുന്നേ. ഒത്തിരി പേര് ചോദിച്ചേ ഈ വീട് വാടകയ്ക്കാണോ സ്വന്തം വീടാണോ എന്ന് കമന്റ് വന്നതാ. ആ ഈ നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് ആ ഗേറ്റിൽ കാണുന്നത്. പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, നമ്മൾ അറിയില്ലാത്തവരാ. ആ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരില്ലേ, അങ്ങനെയുള്ളവരാ ചോദിച്ചേ സ്വന്തം വീടാണോന്ന്. സ്വന്തം വീടല്ലേ? അതേ പുറകെ ആ കാണുന്ന പേരിൻ്റെ ഉടമയാണ് ഈ നിൽക്കുന്നത്. ഈ ഉടമയ്ക്കും എല്ലാം പറയാനുണ്ടോ? നമുക്ക് കയറിപ്പോ. എനിക്ക് പേടി. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു. അതെന്താ സംഭവിക്കാൻ പോകുന്നു? നോക്കൂ നോക്കൂ, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു. തിലകൻ പറയണത് ദ്രോണക്കകത്ത്. അഭിഷേക് പറയണേ രോഗം അവസാനിക്കാൻ പോവാണ്. അതിനാ ഇവിടെ മനുഷ്യന് ആവി എടുത്തിട്ട് ഇരിക്കാൻ മേല. ഒരു മഴ വരാൻ വേണ്ടി മനുഷ്യൻ കാത്ത്. ഓ അതെന്തുവാ? ആര് വന്നു? ആര് വന്നു? മാങ്ങയുടെ തൊല്ലിയിട്ട് നീ വന്നു പറഞ്ഞ പിന്നെ മഴ വന്നെന്ന് പറഞ്ഞ. അങ്ങനെ ഈ മഴ വന്നിട്ട് കാര്യമില്ല. കാര്യമായിട്ടുള്ള മഴ വരണം. ചേട്ടൻ്റെ ഉടുപ്പയിലൊക്കെ കുമ്പായം. കുട്ടാപ്പി കുട്ടാപ്പി പോണോ ചേട്ടാ? കുട്ടാപ്പി ബെബെ. അതിന് ഇവനാണോ വിളി കേൾക്കണേ? കുട്ടാപ്പി എന്ന് വിളിച്ചപ്പോൾ ഇവനാ വിളി കേട്ടെ. കുട്ടാപ്പി ബെബെ 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 വാടാ കുഞ്ഞുങ്ങളെ. ദൈവമേ, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, കാർമേഘം മാറിപ്പോകും, കാറ്റേ നീ വീശല്ലേ. നല്ല കാറ്റ് വരുന്നുണ്ട്. അതോടുകൂടി മഴയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താണേലും മഴ എല്ലാവരെയും പോലെ കേരളക്കര മൊത്തം കാത്തിരിക്കുന്നത് പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ്. മഴ പെയ്യുമോ ഇല്ലയോ ഒരു കാര്യം അറിയാൻ പാടില്ല. കേറിപ്പോടാ. ആ കുന്നെ കൊണ്ട് അകത്ത് കയറ്റിവിട്ടേക്കോ. ലോകം പേടുത്തോണ്ടവൻ. അവര് മഴയൊക്കെ നനയട്ടെ. പിള്ളേരൊക്കെ കുറച്ച് മഴ നനയട്ടെ. കോഴിയരിപ്പ് ഉണ്ടാവാതിരിക്കും. പ്രാണിക്ക് ചാറ്റിലടിക്കണ്ടോന്ന് നോക്കണം. എന്നിട്ട് പ്രാണീനെ മാറ്റണം. ചുട്ടുമണിയേ, അതൊന്നും ഒന്നും തിന്നിട്ടില്ല. വല്ല അറിയാവോ? അതെന്നെ പരക്കം പായണ കിടന്നു. കൽകം ബാക്കിയുള്ളവരെയൊക്കെ കൊത്താനോടിക്കും. പക്ഷെ കൽകത്തിനെ കൊത്താനോടിക്കണം ആദ്യമായിട്ട് കാണുക. കുഞ്ഞുങ്ങളെല്ലാം നനഞ്ഞപ്പോൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. ജമീൻ്റെ താറാ കുഞ്ഞുങ്ങൾ എന്തോ ചെയ്യും. എന്തോ മഴ പെയ്തെങ്കിലും അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ വിറകൊക്കെ മൂടിക്കെട്ടി വെച്ചു ചേട്ടൻ. പക്ഷെ താറാവിൻ്റെ അവിടെയാണ് വിറകല്ല ഇരുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ താറാവെല്ലാം കൂടെ വന്ന് കൂട്ടം കൂടി കയറി നിൽക്കുമായിരുന്നു. അപ്പം താറാവിനെ അവിടെ പടത കെട്ടിയിട്ടില്ല. പിന്നെ താറാവ് ഫുൾ ടൈം വെള്ളത്തിലാണല്ലോ. ചൂട്ട് ചാരി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നനയില്ല. അതിൻ്റെ അടി കയറി നിന്നോളൂ എല്ലാവരും കൂടെ. പിന്നെ പച്ച നെറ്റും കെട്ടി വെച്ചിട്ടുണ്ട്. ആടിനെ നമ്മൾ ഇങ്ങടെ പ്രസവിക്കാറൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു പടതയും കെട്ടി അവളെ നമ്മൾ അങ്ങോട്ട് ഇറക്കി നിർത്തിയേക്കുക. അവൾക്കൊക്കെ ഡേറ്റ് അടുത്തു. അപ്പോൾ വീട്ടിൽ വീണ്ടും കുഞ്ഞാവന്മാർ
എന്താണേലും നല്ല രസമായിരിക്കും കുറേ കുഞ്ഞാവന്മാരൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലേ ഡാൻസ്? നിനക്കിഷ്ടമാണോ? എന്താ ഇഷ്ടം? ആട്ടുകുഞ്ഞുങ്ങള്, കോഴിക്കുഞ്ഞുങ്ങള്, താറാ കുഞ്ഞുങ്ങള്, 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായി നമുക്ക്. നമ്മുടെ വീട്ടിൽ 2 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഇനി ആട്ടുകുഞ്ഞുങ്ങൾ വരും. ഒരു പൂച്ചക്കുഞ്ഞു ഉണ്ടായി. 3 നമ്മൾ ദത്തെടുത്തു. പ്രാണിക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം പ്രാണിക്ക് വലിയ മീച്ചമൊന്നും ഇല്ലായിരുന്നു. 2 കുഞ്ഞുങ്ങൾ ചത്തും പോയില്ലേ. 3 ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാണിയുടെ സന്തോഷം കാണണം. പ്രാണിക്കുണ്ടായ പിള്ളേരാണ് പ്രാണിയുടെ ധാരണ തോന്നണം. അറിയത്തില്ല കേട്ടോ, പക്ഷെ അവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ സ്വന്തം പിള്ളേരാണെന്ന്. പക്ഷേ അവളങ്ങനെ ഒരു വേർതിരിവൊന്നും കാണിക്കാതെ എല്ലാവരെയും ഒരേപോലെ നോക്കുക. മനുഷ്യന്മാർ കണ്ടുപഠിക്കണം, മൃഗങ്ങളെ കണ്ടുപഠിക്കണം, ചുറ്റുപാടും കണ്ടുപഠിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ അവളെ ഏറ്റെടുത്ത് നോക്കിയപ്പം അവളെ എത്രമാത്രം നമ്മൾ പുകഴ്ത്തി പറഞ്ഞാലും പറ്റത്തില്ല. അതുപോലെ സപ്പോർട്ട് കൊടുക്കണം പ്രാണിക്ക്. അതുകൊണ്ട് ഇപ്പം സ്പെഷ്യൽ പാല്, ഫുഡ് ഒക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വെച്ച് അങ്ങ് കൊടുക്കുക. ഉറുമ്പ് കയറാതെ ആ ഭാഗത്തെല്ലാം ഉറുമ്പും പൊടിയൊക്കെ വിതറി സെറ്റ് ചെയ്ത പ്രാണീനെ നമ്മൾ അതുപോലെ കരുതുന്നത്. അപ്പം ഇന്നത്തെ മഴ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു ഇടിമുഴക്കവും വലിയൊരു കാറ്റും. പക്ഷെ ഇത് ഡേഞ്ചർ അത്രയായിട്ട് ഇതായിട്ട് തോന്നണില്ലടാ അച്ഛ. കാരണം ആ കാറ്റ് വീശിയില്ലോ. അല്ലാതെ മഴ പെയ്യാനുള്ള ഇടിമുഴക്കൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ മിന്നലൊക്കെ ഇങ്ങ് വരും. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ. ഇവിടെ ഒരു പാട്ട് പാടാനോടാ? എടാ പാട്ട് പാടാ ഏതെങ്കിലും. ആ മിന്നൽ വള പാട്. എടാ പാടടാ. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ കായല്ലേ പൊന്നെ, തമ്മിൽ പിണങ്ങി പോവല്ലേ. ആർക്കറിയില്ല, പോയറക്കാം. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ കരം പിടിക്കും, ഒന്ന് കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. അങ്ങനെയാണോടാ വരി? ഡാൻസ് അറിയാം. ആ മഴയും പോയിട്ടോ, വെറുതെ നിരാശപ്പെടുത്തി. എന്ത് കാര്യത്തിന്? എന്നെ ഇഷ്ടമുള്ള ആൾക്കാര് ബ്ലൂ ഹാർട്ട് ഇടുക, അമ്മീനെ ഇഷ്ടമുള്ള ആൾക്കാർ റെഡ് ഹാർട്ട് ഇടുക. എന്നാ പിന്നെ ബ്ലൂ കൊണ്ട് നിറയും. പിന്നെ ഇഷ്ടമുള്ളവർ പിന്നെ പലർക്കും മഞ്ഞ ഹാർട്ട് ഇടുക. പലർക്കും ഈ ബ്ലൂവും യെല്ലോയും ഒന്നും എടുക്കാൻ അറിയില്ല. അതിനകത്ത് കാണുന്ന ഹാർട്ടാ. പിന്നെ വലിയ ഹാർട്ടല്ല. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നുള്ള കമന്റ് ഇട്ടാ മതി. ആരെ ഇഷ്ടം എന്നുള്ള കമന്റ് ഇട്ടാ മതി. ഹാർട്ട് ഇടുന്നതിനേക്കാളും നല്ലത് കമന്റ് ഇടുക. എന്നെ ഇഷ്ടമാണെങ്കിൽ നീല ഹാർട്ട്, ആൻസിന് ഇഷ്ടമാണെങ്കിൽ ആൻസിന് ഇഷ്ടം എന്ന് എഴുതിയാ മതി. അല്ലാത്തവരെ ഒരു ആരുമില്ലാതെ ഒരുത്തിനും അവിടെ നിന്ന് കൂവുന്നുണ്ട്. ഒരു പൂവൻ അല്ലാണ്ട് നമ്മക്ക് കൂടുതൽ കോഴിപ്പൂവന്മാരാണ് കേട്ടോ. കോഴിപ്പടകളെക്കാളും കൂടുതൽ പെടയാന്ന് പറഞ്ഞ് വാങ്ങിയതൊക്കേനും പൂവനായിരുന്നു. എല്ലാം പൂവനായിരുന്നു. എത്ര പേരാ കഴുത്തെ പപ്പില്ലാത്ത ഒരു പൂവനും ബാക്കി എല്ലാ പെടകളെന്നും പറഞ്ഞ് വാങ്ങിയതാ. കഴുത്തെ പപ്പില്ലാത്തത് മിക്കതും കോഴിപ്പൂവന്മാരാ. പിന്നെ 10 പെടകളെ നമ്മൾ വാങ്ങിയത്. അത് 10 പെടകളായില്ലേ. അതിൽ 6 കണ്ട് പൂവനുണ്ട് അല്ലേടാ. 1-2 കണ്ട് പൂവനുണ്ട്. ദവം പൂവന ആ കഴുത്തെ പപ്പ ഉള്ളവൻ. പിന്നെ അതിനകത്ത് എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഓടി വന്ന ഒരുത്തനില്ലേ, കേറി ചെല്ലുമ്പോ തന്നെ ഒരു ചുവന്ന പൂവൻ. അവൻ പിടിപ്പിക്കില്ല, പക്ഷെ അവൻ ഓടി വരും. നിന്റെ പെടക്കോഴി അവളെ എപ്പോഴും ഞാനിന്ന് അതിനകത്ത് കയറി കാന്താരി മുളക് പറിച്ചോണ്ടിരുന്നപ്പോഴില്ലേടാ,
അവള് എന്നോട് ചോദിക്കുക മുളക് കുറയ്ക്കുവാണെന്ന്. അവിടെ വന്നിട്ട് എന്ത് വെച്ചു അപ്പം അതേ ഞാൻ മുളക് കുറയ്ക്കും അടിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ അതിൽ നിന്ന് കൊത്തി തിന്ന്, പൂവൊക്കെ കൊത്തി തിന്ന്. താറാമ എന്നെ കണ്ട അപ്പ കൊത്തി ഓടിക്കും. ചൊറകം വിടർന്നിങ്ങ് വരും. താറാമേനെ ഞാൻ കാണിച്ചു തരാവേ. എന്നെ കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് കോ കോ കോക്ക നീ വരല്ലേടാ നിന്നെ കണ്ട ചിലപ്പോൾ വരില്ല. ഇവനെ എല്ലാത്തിനും പേടിയാ. താറാമേ ഇങ്ങ് വന്നേ, ഇങ്ങ് വാ ബാ. എന്നാ വിശേഷമൊക്കെ? സുഖമൊക്കെ ആണോ? സുഖാണോ താറാമേ? ഇവിടെ ആരീ വണ്ണെണീക്കണോ? ബാ ബാ കയറിക്കോ, ബാ കയറ. വാവ്, ഇതേടാ അവള് പറന്ന് കയറിയത്. എടാ അവള് പറന്ന് കയറിയത് നീ കണ്ടോ? എടാ ഇവള് പറന്ന് കയറിയുണ്ട്, കയ്യെ കയറിയത് നീ കണ്ടോ? അപ്പം അതെ നമ്മൾ താറാമേനെ ഇവിടെ കൊണ്ട് വിളിച്ച് നിർത്തിയേക്കുക. താറാമേ എന്നാ വിശേഷം? എന്നാ തീറ്റ തിന്നോ? തവിടൊക്കെ കുഴച്ച് തന്നിട്ടുണ്ടല്ലോ. മോൻ തീറ്റയൊക്കെ തിന്നോടാ? താറാമേ എടാ അനക്കല്ലേടാ. താറാമേ സുഖാണോ? താറാപ്പിള്ളേർക്കൊക്കെ സുഖാണോ? എടാ മിണ്ടായിരുന്നേടാ, പറയട്ടെ, വർത്താനം പറട്ടെ. താറാമേ താറാമേ സുഖാണോ? താറാപ്പിള്ളേരൊക്കെ എന്തിയേ? എടാ അങ്ങനെ ആണെങ്കിലേ താറാപ്പിള്ളേരൊക്കെ എന്തിയേ? താറാമേ താറാപ്പിള്ളേരൊക്കെ എന്തിയേ? പോവാണോ? അവനാ കോഴിനെടുത്ത താറാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. താറാമേ വല ആയതുകൊണ്ടേ ഒന്നും കാണാൻ മേല. താറാമേ താറാമേ പോവാണോ? അവനെ കണ്ടോടുകൂടി ആ താറാമ മറക്കട. ഈ കുഞ്ഞ് പറന്ന് കയറാൻ നോക്കട്ടെ. നീ വിട്ടേ, ബാ ബാ കുട്ടാപ്പി. പോവാണോ? ആ കുട്ടാപ്പിക്കും ഇഷ്ടപ്പെട്ടില്ല. കുട്ടാപ്പി ഓടി പോവാ. ഈ ചെറുക്കനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കോഴിയും താറാവും ആടൊക്കെ ഓടി ഒളിക്കുക. ആകെ മാത്രം അതിനെന്തോ ഒരു അബദ്ധം പറ്റിയതാണെന്നാ തോന്നണേ. എന്തോ ഒരു അബദ്ധം പറ്റി. ബാ കയറിപ്പോ. ആ ഇടി അത്ര ശരിയല്ല. ബാടാ. ഏത് സ്റ്റീലിൻ്റെ? അങ്ങനെയാണ് ഈ ഇരിക്കണൊക്കെ സ്റ്റീലല്ലേ? അമ്മച്ചി ഇടട്ടാതെ വേഗം കയറി പൊക്കോ. ഇവിടെ മൊത്തം സ്റ്റീലാ. ഓടിക്കോ, ഓടിപ്പോ, ഓടാ. അതൊന്നും തിന്നിട്ടില്ലടാ. ആ പപ്പ എന്തിയേ? നീ ആണോടാ ഈ വീട്ടിലെ കുണ്ടവാസു? കുണ്ടവാസു ആണോടാ? ആണ്ടറാ വെയിലാണോടാ വന്നെ? അതെ കുഞ്ഞേ ഭാവിച്ചാ മന്ന് തന്നില്ലേ? അതിന്റെ പുറത്ത് കുമ്മായോ? ഇല്ല, ചെറുതായിട്ട്. എടാ ഇതിനെന്തായാലും കൊടുക്കടാ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. മഴ പെയ്യുമോ ഇല്ലയോ? മഴ പെയ്യുമെങ്കിൽ നിങ്ങൾ മഴ പെയ്യണം എന്ന് മഴ പെയ്യൂന്ന് പറയണം. മഴ പെയ്യുമെന്ന് നാളെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷം പുതുപുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. അതെന്തുവാ?